ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു ഒഴിച്ചുകറിയാണ്. തേങ്ങ അരച്ചിട്ടുള്ള ഒരു കറിയാണ് ഇത്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളരിക്കയും മാങ്ങയും വെച്ചിട്ടുള്ള ഒരു കറിയാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും പ്രിപ്പറേഷനും നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു വെള്ളരിക്കയുടെ പകുതി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മാങ്ങക്ക് പുളി ഇല്ലെങ്കിൽ ഒരെണ്ണം എടുക്കാം, പുളി ഉണ്ടെങ്കിൽ 1/4 ഭാഗം എടുത്താൽ മതി. വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ കടുക്, പിന്നെ ഒരു 5-8 ചെറിയ ഉള്ളി, ഒരു വെളുത്തുള്ളി, 5-6 പച്ചമുളക് എരിവിനനുസരിച്ച്, ഒരു 3 വറ്റൽമുളക്. ഇൻഗ്രീഡിയൻസിൻ്റെ കണക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളരിക്കയുടെ തൊണ്ടൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലെ ചോറൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ട് പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഏത് വലുപ്പത്തിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇനി മാങ്ങയും അതുപോലെ തന്നെ നമുക്ക് നന്നാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങയും വെള്ളരിക്കയും നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ അരമുറി തേങ്ങ ചിരണ്ടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകം, ഒരു 3-4 അല്ലി ചെറിയുള്ളി, ഒരു അല്ലി വെളുത്തുള്ളി, 5-6 കറിവേപ്പില, തേങ്ങയുടെ ഒപ്പം തന്നെ വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. ഇനി അടുത്തത് നമുക്കിത് വേവിച്ചെടുക്കാം. ഇതിൽ ഞാൻ വെള്ളരിക്കയും മാങ്ങയും ഇപ്പോൾ വച്ചിട്ടുണ്ട്. ഞാൻ ചട്ടിയാണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 3-4 പച്ചമുളക് എടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതിന് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് കുക്കറിൽ വേണമെങ്കിൽ ഇത് പെട്ടെന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഒരു വിസിലടിക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. നന്നായിട്ട് ഉടഞ്ഞു കിട്ടേണ്ട ആവശ്യമില്ലെങ്കിൽ ഒരു വിസിലടിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് എയർ പുറത്തേക്ക് കളയുന്നത് നല്ലതായിരിക്കും. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അടുത്തത് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, കാരണം എനിക്ക് കറിക്ക് നല്ല മഞ്ഞൾ കളറൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർക്കാറുണ്ട്. അടുത്തത് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടില്ല, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചേർക്കാം. ഞാൻ ഓൾറെഡി പച്ചമുളക് ചേർത്തേക്കുന്നതിൽ നല്ല എരിവുള്ളതാണ്, അപ്പോൾ അതാണ് കുറച്ച് ചേർക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. അത് ഓരോരുത്തരുടെ പാകത്തിന് അത് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഉടഞ്ഞ ഒരു പാകത്തിനല്ല, അതിന് മുന്നേ തന്നെ ഇറക്കുവാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കണം. ബാക്കിയുള്ളതിലേക്ക് വെള്ളം കഴുകിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഓരോരുത്തരുടെ കറിയുടെ ലൂസിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് ലൂസാക്കുക. ഇത് കറി റെഡി ആയി കഴിഞ്ഞ് കുറച്ച് നേരം ഇരിക്കുമ്പോൾ കുറുകുന്ന കറിയാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ലൂസായിട്ട് നിങ്ങൾ എടുക്കുക. അപ്പോൾ തേങ്ങയൊക്കെ തിളച്ച് വരുന്നുണ്ട്. ഈ തേങ്ങയൊന്നും ഒരുപാട് വെട്ടി തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അവിടെ തേങ്ങ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറവിട്ട് കൊടുക്കണം. അതിന് മുന്നേ നമ്മൾ ഇതിലേക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് കറക്റ്റ് ആണെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് വറവിട്ട് കൊടുക്കാം. അതിന് വേറൊരു പാത്രം വെച്ച് അതിലേക്കൊരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ഞാൻ ഇട്ടേക്കുന്നത്. ഇതിലേക്കൊരു 2-3 ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ കടുക് കറിവേപ്പില മാത്രം പൊട്ടിച്ചിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അടുത്തത് നമുക്ക് വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ടേസ്റ്റിയായ കറി നമ്മുടെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നല്ലൊരു കറിയാണ്, നിങ്ങളെല്ലാവരും തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ കറിയാണ്.
അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ അടിയിൽ ലൈക്ക് ബട്ടൺ, ഷെയർ, കമൻറ്റ് എല്ലാം തന്നെ ഉള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വ്യൂസൊക്കെ ഉണ്ടെങ്കിലും ആരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ സബ്സ്ക്രൈബ് ചെയ്യൽ എപ്പോഴും ഫ്രീ തന്നെയാണ്. അപ്പോൾ അത് തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. ഇനി അടുത്ത ഒരു നാടൻ വിഭവമായി ഞാൻ വരുന്നതാണ്. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.